അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പള്ളിച്ചട്ടമ്പിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ടീസർ റിയാക്ട് ചെയ്തില്ല. ആ സമയത്ത് നമ്മൾ എല്ലാവരും തിരക്കായതുകൊണ്ട് നമ്മൾ ടീസർ റിയാക്ട് ചെയ്തില്ല. സോ പള്ളിച്ചട്ടമ്പിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ആക്ച്വലി ഡിജോ ജോസ് ആൻ്റണിയാണ് എൻ്റെ ഡയറക്ടർ. പുള്ളി ഇതിനു മുമ്പ് ലാസ്റ്റ് ചെയ്ത പടം മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ഗ്യാപ്പായി. പിന്നെ ടൊവീനോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിൽ ലോകയിലായിരുന്നു അല്ലേ ലാസ്റ്റ് ഇതായിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ മെയിൻ റിലീസുകളൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല എന്നാണ് തോന്നുന്നത്. ഗസ്റ്റ് റോൾ എന്തോ ഉണ്ടായിരുന്നല്ലേ? ഗസ്റ്റ് റോൾ തന്നെ ആയിരുന്നല്ലോ ലോകയിലും. ഓക്കെ, ഇപ്പം നമുക്ക് പള്ളിച്ചട്ടമ്പിയുടെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ആ മണ്ണ് കത്തിച്ച് വിണ്ണീറാക്കാൻ അവൻ വരും. ഈ നാടിന്റെ ഞരമ്പുകൾ ഓരോന്നോരോന്നായി പൊട്ടിച്ചെറിയാൻ അവൻ വരും. ആ മണ്ണിന്റെ യഥാർത്ഥ പ്രളയം സിദ്ദിഖാണ് പറയുന്നത്. ആരാ ഡബ്ബിയിരിക്കുന്നത്? പുള്ളിക്കാരത്തേക്ക് ചേരാത്തൊരു അങ്ങനെ സംസാരിക്കുന്നു. നാട് മാത്രമല്ലേ മാറുന്നു, മണ്ണും മനുഷ്യരൊക്കെ എല്ലാവർക്കും ഒരുപോലെ. തമിഴനാണ്. ഇരുട്ടി വെളുക്കും മുമ്പ് അവർ കൊന്നൊടുക്കും ഈ പാവങ്ങളെ മുഴുവൻ. കല്ലുകാരുടെ കാഞ്ഞിരക്കുറ്റി, മുള്ളുപോരുടെ മുക്കൽ പാമ്പ്, സുന്ദരരാമ, ഉള്ളുപോലത്തെ ചരിവുകൾ കിട്ടകൾ നാടും വേടും നമുക്ക് മലക്കടക്കും. തെക്കൻകാറ്റും പുലാക്കൈറ്റ് ഒരുമിച്ച് വന്നാലും ഇവിടുത്തെ മരക്കൂട്ടങ്ങൾക്ക് വീരുകൊണ്ട് കാവലിക്കുന്ന മനുഷ്യരാണ്. അവരെ നേരിടാൻ നമ്മൾ ആയുധം ഈ മണ്ണാണ്. ട്രിപ്പിൾ സി ബ്രദേഴ്സ്. ആരാണ്? എസ് സുരേഷ് ബാബുവാണ് എഴുതിയിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയുടെ പരിപാടികളുണ്ടാവും പടത്തിലെന്ന് തോന്നുന്നു. വിഷ്വലി ഗ്രാൻഡ് പരിപാടി. ഡിജോ ജോസ് ആന്റണി ആക്ച്വലി ഈ സ്കെയിൽ വൈസ് ഉള്ള പരിപാടി ചെയ്യാൻ കുറച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ പുള്ളിയുടെ ഒരു ആഡൊക്കെ ചെയ്ത് തന്നെ കണ്ട് ഭയങ്കര രസമായിട്ടല്ലേ പുള്ളിക്ക് അത്ര ഒരു അതുണ്ട്, സ്കെയിലുണ്ട് പടത്തിന്. പിന്നെ ഇച്ചിരി എന്തോ പഴയ കാലഘട്ടം 80s. അതെ ഇതിന്റെ ഒറിജിനൽ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ പള്ളി ഈ പറഞ്ഞ അത് തന്നെയാണോ ബേസ് ചെയ്തത്? അത് അറിയില്ല എന്താണെന്ന്. നമുക്കിപ്പോ കാണുമ്പം പോലീസുകാർക്കെതിരെ ആ ഒരു ഗ്രാമം, കുന്നുംപുറം എന്നാണ് ഗ്രാമത്തിന്റെ പേര്. ആ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം കൂടെ ആക്ച്വലി ചട്ടമ്പിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ടീമിനെ ഉണ്ടാക്കി ഇവര് ഫൈറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു. സിംഗുലർ വില്ലനായിട്ടൊരു സിനിമാറ്റിക് പടമാണ്. അതെ അങ്ങനെ ഒരു പോലീസുകാരൻ ആണ് മെയിൻ വില്ലനായിട്ട് കാണിച്ചത്. ഇത് എനിക്ക് കണ്ടുകൊണ്ട് കറക്റ്റ് ഇതിന്റെ ഒരു ലൈൻ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതായത് നാട്ടിലൊരു വലിയ പ്രശ്നം വരുന്നു, അവരെ ഒഴിപ്പിക്കാനോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എന്തോ പരിപാടിക്ക് ഭാഗമായിട്ട് പോലീസുകാരും വരുന്നുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് റിയൽ ലൈഫ് ഇൻസിഡന്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയത്തില്ല. അതെ, രാഷ്ട്രീയം ആക്ച്വലി പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞൊരു കഥ ഒറിജിനലിലും ഉണ്ട്. കഥ എന്നല്ല, ആ സംഭവം അത് ഒറിജിനൽ. അതിനകത്ത് രാഷ്ട്രീയം അവോയ്ഡ് ചെയ്തിട്ട് അതെ അതിനകത്ത് ആ എലമെന്റ് കുറച്ച് മാറിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇത് പ്രോപ്പർ ഒരു പക്ക കൊമേഴ്ഷ്യൽ ഇടിപ്പടം ലൈനാണ്. എനിക്ക് ഡയലോഗ്സ് മാത്രം കുറച്ച് നാടകീയത ഒരു ഇന്നത്തെ ഓഡിയൻസിന്റെ അതായത് ഇപ്പം നമ്മളെപ്പോഴും ഈ കുറച്ച് പഴയ പടങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഡയലോഗ്സിൽ ഈ നാടകീയത കുറച്ചുകൂടെ കൂടുതൽ കൊണ്ടുവരും. അന്നുള്ളവരിങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ കാണുമ്പോൾ സംഭവം ഗ്രാൻഡ് ആണേലും പക്ഷെ എനിക്കത് ഭയങ്കര കാരണം എനിക്ക് രഞ്ജി പണിക്കരുടെ എഴുതിയ ഈ പഴയ പടങ്ങളുടെ ഡയലോഗ്സ് ഒന്നും ഇനി അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ഇപ്പം നമ്മളിത് ഇപ്പൊ പടങ്ങൾ ചെയ്തിട്ടേ കുറച്ച് വർഷം മുമ്പുള്ളൊരു പടമായിട്ട് അല്ല, അത് ആക്ച്വലി നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുമല്ലോ, ഇത് ഇന്ന സമയത്തിന്റെ ആണെന്ന് കൺസിഡർ ചെയ്താണല്ലോ അത് കാണുന്നത്. അല്ല കൺസിഡർ ചെയ്താലേ എനിക്ക് അതെന്തുകൂടെ നമ്മൾ കണ്ട സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് എനിക്ക് അന്ന് ആ കാണുന്ന സമയത്ത് ആ പടങ്ങളൊക്കെ ഭയങ്കര വിലയിലൊക്കെ ഓൾ ടൈം ഫേവറേറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അതിന്റെ ഡയലോഗും ഭയങ്കര നാടകീയത എന്നുള്ള സാധനം ഇപ്പൊ കാണുമ്പോൾ എനിക്ക് തോന്നില്ല. കാര്യം നമ്മളത് പണ്ട് മുതൽ കണ്ട് ശീലിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ എനിക്കിപ്പം മറ്റേ ചില പഴയ പടങ്ങളിലെ ത്രൂ ഔട്ട് അല്ല, എന്നാലും ചില ഡയലോഗ്സ് കേൾക്കുമ്പോഴത്തേക്കും ഇത് അന്ന് കുറച്ച് സിമ്പിൾ ആയിട്ട് പറയല്ലോ എന്തിനാ ഇത്രയും അല്ലേ
പക്ഷേ ഇന്നാവാണെങ്കിൽ ഓക്കെയാണ്. ഞാൻ ചില പടങ്ങളിൽ ഇന്നാവാണെങ്കിൽ ഓക്കെ, അത്രയും കട്ടിക്ക് തന്നെ പറഞ്ഞാലേ. അല്ല അത് വേറെ കാര്യമുണ്ട്. അന്ന് ഇത് പറഞ്ഞവർക്ക് എല്ലാവരും ആ ആർട്ടിസ്റ്റിനൊരു വലിയ കടമുണ്ട്. അവരത് ഭയങ്കര, ഇപ്പം ലാലേട്ടനെയൊക്കെ അവർ പറഞ്ഞില്ലേ, എന്ത് വലിയ നാടകീയമായ ഡയലോഗ് കൊടുത്താലും ഇവരത് പ്രസന്റ് ചെയ്യുമ്പോൾ ഓൺ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ, ചേട്ടൻ തന്നെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഓൺ പേപ്പറിൽ വായിക്കുമ്പോൾ അയ്യേ ഇത് എന്തൊരു ഞാൻ എപ്പോഴും ഇതാണെന്ന് തോന്നും. എക്സാമ്പിൾ മറ്റേ നരസിംഹത്തിലെ എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് തിലകനും മോഹൻലാലും കൊണ്ടുള്ള സീനുണ്ട്. ആ സീന് മോനെ ഞാൻ ഇത്രയും സോറി കേട്ടോ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ച് ആ ടൈപ്പ് ഡയലോഗ്സാ എഴുതണ്ട. പക്ഷെ ഇത് എന്തുവാ മുടി ചൂടി നിൽക്കുന്ന അച്ഛന്റെ ജരാനരകൾ ഏറ്റുവാങ്ങിയ മകന്റെ കഥ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് പറയുന്ന ഡയലോഗ്സ് ഭയങ്കര ഹെവിയാണ്. അപ്പൊ അത് ഇന്നത്തെ ഒരു സിനിമയിൽ വർക്കാവോ എന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എനിക്കത് അങ്ങനെ നമ്മളത് കേൾക്കുമ്പോഴത്തേക്കും എന്താ ഡയലോഗ് എന്താണ് അത് ഇന്നും ആ സിനിമ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണെങ്കിലും എന്റെ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് അങ്ങനെ പടം അല്ല നമ്മളല്ല ആലോചിക്കില്ല, ഇത്രയും അച്ഛൻ കറക്റ്റ് കാര്യം പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ എളുപ്പമായിരിക്കില്ല തോന്നല്ല. വേറെ നമ്മൾ പറഞ്ഞത് ഈ പടത്തിലെ ഡയലോഗ്സ് നമ്മൾ കേൾക്കുമ്പോൾ കുറച്ച് ഒരു ഡ്രാമാറ്റിക് ആയിട്ട്, അതായത് ചട്ടമ്പി കൊള്ളാലോ ആ ലൈൻ സാധനം എല്ലാവരുടെയും ഇപ്പൊ മറ്റേ അത് എന്തോ കുറച്ച് ഡയലോഗ്സിലാണ് കുറച്ചൊരല്പം നമ്മളിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത്. അറിയില്ല, പടം ഇതാ പറഞ്ഞ പടം ഇന്നേ കഴിഞ്ഞതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പടത്തിനകത്ത് കയറി പിന്നെ ഡിജോ ജോസ് ആണെങ്കിൽ തിയേറ്റർ മൊമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ജനഗണമന ആയാലും ഇപ്പോൾ ക്യൂനായാലും ഈ മലയാളി ഫ്രെയിം ഇന്ത്യ പോലും അതിനകത്തും ചെറിയ എനിക്ക് ആ പടം കുറച്ച് മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല പടം. പക്ഷേ അതിനകത്തും ഈ പറഞ്ഞാൽ അവിടെ ഇവിടെയും തിയേറ്റർ, ഞാൻ പടം കണ്ട സമയത്ത് തിയേറ്ററിലൊരു ബഹളം ഉണ്ടാക്കാൻ പറ്റിയിരുന്നു ആ പടത്തിന്. കാര്യം അതിലെ കുറേ ഡയലോഗ്സുകൾക്കും അതിന് ചില സാധനത്തിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ കുറച്ച് കൈയടി വാങ്ങിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനഗണമനയ്ക്കകത്ത് അറിയാലോ, സെക്കൻഡ് ഹാഫിന് വരെ കോടതി റൂമിനകത്ത് മറ്റേ ഇങ്ങനെ ക്ലാപ്സ് ആഫ്റ്റർ ക്ലാപ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടൂ മച്ച് ഈ എന്താ പഞ്ച് ഡയലോഗ് പോലെ കുറേ സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ ഡെലിവറി ചെയ്ത് ഒരു തിയേറ്റർ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാത്തിനും കരുത്തായിട്ട് ജെയ്ക്സ് ബിജോയ് പുറകിലുണ്ട്. പിന്നെന്താ 4-5 പടത്തിന്റെ കൂടെ ഇറങ്ങുന്നത്. അതെ, 10-ാം തീയതി ഏപ്രിൽ 10-ാം തീയതി റിലീസുണ്ട്. അതായത് ഏപ്രിൽ 10-ാം തീയതി ദുരൂഹ സാഹചര്യം, മോഹിനിയാട്ടം, പള്ളിച്ചട്ടമ്പി, പിന്നെ തമിഴിൽ നിന്ന് LIK, തെലുങ്കിൽ നിന്ന് ഡക്കോയിറ്റ്, പിന്നെ ഏതെങ്കിലും പടം ഉണ്ടോ? പിന്നെ എല്ലാം 30-ാം തീയതി 5 പടമുണ്ട്. വാവ്, അന്ന് ദിവസം മറ്റേ രാവിലെ വാഴ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പിന്നെ രാവിലെ ഇറങ്ങിയാലല്ലേ, രാവിലെ തിയേറ്ററിൽ കയറിയ രാത്രി ഇറങ്ങിയാൽ മതി. 4-5 പടമുണ്ട്. 5 പടം ഞാനൊരു ദിവസം 5 പടം വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു ദിവസം 5 പടം കണ്ടിട്ടുണ്ട് ഒരു ദിവസം. പിന്നീട് അത് ആവർത്തിക്കാൻ പറ്റില്ല, കാര്യം പ്രശ്നം ടൈമിങ്. 4 പടത്തിൽ കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് 2-3 പടം ഇംഗ്ലീഷ് പടമാണ് കാണാം. അത് ചെറിയ സമയമായതുകൊണ്ട് കൊച്ചി ചെന്നാൽ പറ്റും. ഈ 4-5 പടങ്ങൾ മേളിൽ കാണാം. 6 പടങ്ങൾ വരെ കാണാൻ പറ്റും. കൊച്ചി ഞാൻ കണ്ടിട്ടുണ്ട്, 4-5 ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇവിടെ നാട്ടിൽ കുറച്ച് പാടാം, കാരണം ഷോയുടെ ടൈമിങ് വെച്ചിട്ട് നമുക്ക് 5 പടം ഒരു ദിവസം കാണാൻ പറ്റത്തില്ല. കാര്യം എല്ലാത്തിൻ്റെയും കുറച്ച് സമയം കൊണ്ടാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടല്ല, തിയേറ്ററിലെ ഷോർട്ട് ടൈമിൻ്റെ ഒരു 24 മണിക്കൂറുള്ളൂ. 24 മണിക്കൂറുണ്ട്, അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. ചെയ്ത് 24 മണിക്കൂറുണ്ട്, പക്ഷേ 5 പടം നമുക്ക് 5 പടത്തിൽ കൂടുതൽ കാണാൻ പറ്റും ശരിക്കും. ഒരിക്കലും എപ്പോഴെങ്കിലും അങ്ങനെ അതിൽ കൂടുതൽ പടം കാണണം. അപ്പം ഈ ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന ആൾക്കാർ അതിൽ കൂടുതൽ പടങ്ങൾ കാണുന്നുണ്ടല്ലോ. സോ നമ്മൾ പറഞ്ഞ പോലെ കാട് കയറി ഇപ്പോൾ പള്ളിച്ചട്ടമ്പിയുടെ ട്രെയിലർ റിയാക്ഷനാണ്. സോ അപ്പം 10-ാം തീയതി ഏതായാലും അന്ന് മൂവി മാരത്തോൺ ഡേ ആണ്. നിറയെ ഫുൾ പടവും കാണുന്നുണ്ട്. വെറൈറ്റി ലുക്കാണ്. അതെ. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ട് ഈ പടവും കാണും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഏത് പടം കാണുമെന്ന് തീരുമാനിച്ചില്ല. അത് നമ്മുടെ പടങ്ങളെല്ലാം ലിസ്റ്റായിട്ട് ടൈമിംഗ് നോക്കണം. ഷോയിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലോ നമ്മൾ ടൈമിംഗ് നോക്കിയിട്ട് ഏത് പടം കണ്ട് എത്ര മണിക്കൂറുണ്ട് പടം നോക്കിയിട്ട് ആ ടൈമിംഗ് അനുസരിച്ചിട്ട് ഈ 4 പടം കാണാൻ പറ്റിയാൽ 5 പടം കാണാൻ പറ്റിയാൽ ഞാൻ വീണ്ടും ആ ചരിത്ര നിമിഷം അല്ലെ ചരിത്ര മുഹൂർത്തം 5 പടങ്ങൾ കാണാൻ ശ്രമിച്ചു നോക്കാം. പറ്റുമോ നോക്കാം ഇപ്രാവശ്യം.